ഹായ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ക്രിസ്മസിന് അന്നാണ് ഈ വ്ലോഗ് എടുക്കുന്നത്. ഇതൊരു ചെറിയ ട്രാവൽ വ്ലോഗാണ്. കൊട്ടാരക്കരയിൽ 1-2 ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. എൻ്റെ കൂടെ അരുണവും വരുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ അവൻ്റെ വീട്ടിൽ പോയി അവനെ വിളിച്ചിട്ട് വേണം കൊട്ടാരക്കരയ്ക്ക് പോകാൻ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് മലമേൽപ്പാറ. കൊട്ടാരക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇല്ലടാ, ഇവിടെ കയറാൻ ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കുട്ടികൾക്ക് 10 രൂപ. കുട്ടികൾക്ക് 10 രൂപ. പിന്നെ സീനിയർ സിറ്റിസണിന് 10 രൂപ. സെറ്റ്. ഇനി ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. അത് ക്യാഷ് മാത്രമല്ല, ഗൂഗിൾ പേ എടുക്കുന്നുണ്ട്. പിന്നെന്ത്, രാവിലെ 7 മണി തൊട്ട് രാത്രി 7 മണിയാണ് ഇവിടെ എൻട്രി. ഇവിടെ മാക്സിമം ഒരു ഉച്ച കഴിഞ്ഞ് വരാൻ നോക്കുക അല്ലേ. ഉച്ചയ്ക്ക് വെയിലായിരിക്കും. ഉച്ച കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ഒരു 5 മണിയൊക്കെ ആയി. നല്ല ടൈമാണ് കേട്ടോ. ചെറിയൊരു സമയത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടൈമിൽ വരാൻ നോക്കുക ഇല്ലേ. പോവാം. കയറ്റി തീർന്നോ? ശരി. മഴത്തൊക്കെ ഒന്ന് അടിപൊളിയായിരിക്കും. തെറ്റടിച്ച് വീഴാല. ഇവിടെ ഇരുന്ന് വീഴാനാണെങ്കിൽ ഇവിടെ ഇരുന്ന് നിർത്താൽ മതി. എന്നെ പിടിച്ച് കയറ്റണം. ഒറ്റയ്ക്ക് കയറാനുള്ള ഇറങ്ങി പോകുന്നതിന് അവിടെയല്ലേ ഫ്ലവേഴ്സ് ഇട്ട് വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാലും പൊട്ട വെയിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. വെയിൽ കൊണ്ടിരിക്കും. അല്ലാത്ത വിളിച്ചു കഴിഞ്ഞാൽ വെയിലാ, വൈകിട്ടാവട്ട് എനിക്ക് വയ്യ, പിള്ളവാദ പറഞ്ഞാ ശരിയാ. ഇപ്പം വേറെ പെണ്ണുങ്ങളെ വിളിച്ചെങ്കിൽ വന്ന പോകാൻ പോലെ രാവിലെ പോകാൻ നമുക്ക്. തെഞ്ഞടിച്ച് വീഴാൻ മതി. അതാണ് കൂപ്പറേ. ആ കട കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ വെള്ളം കുടിക്കണമെന്ന്. അല്ല, ഈ കയറ്റം കഴിഞ്ഞ നമ്മളെ പിടിക്കാറ്. അന്ന് ഞങ്ങൾ നമുക്ക് ഇതാണ് കഴിഞ്ഞത്. എന്തോ അവിടെ അങ്ങോട്ട് കയറുമ്പോൾ ഒരു പാടായിരുന്നു കേട്ടാ. അവിടെ നല്ല പടി പോലാണ് ഒരു ശരി ആക്കിയിട്ടുണ്ടെങ്കിൽ അല്ല, അന്ന് ഞങ്ങൾ പാട് കിട്ടായിരുന്നു. അന്ന് തുടങ്ങിയ സമയം ഉണ്ടായിരുന്നു. ഇത്രയും ഇല്ലായിരുന്നു. എന്നാ വന്നത്? അന്ന് തുടങ്ങുന്ന പാറ കെട്ടിയുള്ള പാറ പൂശ കഴിഞ്ഞ വെള്ളം. ടൂറിസത്തിന് ആ ഓഫീസിന് ഇത്രയും ഇതായിട്ടില്ലായിരുന്നു. 5 മണി വലിഞ്ഞിറങ്ങല്ലേ. ട്രക്കിങ് കണക്ക്. നാട് കാണി. ഇതില്ലേ നാട് കാണി പാറ. ഇത് കൊട്ടൻ ചുക്കാതെ നിൽക്കത്തില്ല. എണ്ണത്തോണി വേണം.
ഇവിടെ ദേഹം നനയുന്നു. ഇപ്പോഴാണ് അനങ്ങുന്നു. ഡയറക്റ്റ് വീട്ടിൽ പോയിരിക്കുന്നു. ഇത് എനിക്കെന്തിനാ അവന്റെ കയ്യിൽ കുപ്പി എങ്ങനെ ഒരാക്കടയിൽ കൊടുക്കണം. അതാണ് അവൻ നോക്കുന്നത്. നീ എവിടെ എന്നെ കൊണ്ടുപോകുന്നത്? ഈ വഴി കൂടെ കയറിയത് പറഞ്ഞ ഇതൊക്കെ ഉള്ളതാണോ? കയറി പോവാ. ഞങ്ങളെ എക്സാമിന്റെ ടൈം ഇവിടെ വന്നെ. വേലിയൊന്നും ഇല്ല. അതോ കാല് തന്നെ താഴെ പോകുന്നേരം. ഫ്രണ്ട്സ് സിനിമയ്ക്കത്തെ മോഹൻലാലേ ജയറാം റിസ്കല്ലേ? ഇവിടെ റിസ്കല്ലേ? റിസ്ക് ആണ്. ഇവിടുന്ന് തെറ്റി വീണ് ഇവിടെ വേലിയില്ല. വേലിയില്ല. വേലി പണിയുണ്ടോ അതില്? ഇവിടെ വേലി വേണ്ടത്. നേരോക്കി പോയാൽ മതി. ആ ഇത് കൊള്ളാം അല്ലേ? ഈ മരം കൊള്ളാം അല്ലേ? ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇയാൾ ഈ മരമൊക്കെ ചാഞ്ഞിരിക്കുന്നൊക്കെ കാറ്റടിച്ച് ഒരു വശത്തോട്ട് ഓക്കെ. കൊള്ളാല്ലേ? ഫോട്ടോ നോക്കാം. അതൊന്നും നോക്കണ്ട, ഞാൻ എടുത്തു തരാം. ഒരുപാട് അങ്ങോട്ട് പോകണ്ട. ടവർ ചെയ്യുന്നത് അവിടെ ഉണ്ടല്ലേ? പാറയുടെ ഹൈറ്റല്ലേ? ആ പാറ ഉണ്ടോ? ഇത് അവിടുന്ന് നേരെ പെട്ടെന്ന് കയറി വരാൻ തോന്നുന്നു. ആ പാറയില്ലേ? ഓ അവിടുന്ന് പറയുന്നത് പിള്ളേരെ കൊണ്ടുവന്ന മൂലെ കളി. എനിക്ക് അത്രയും പേര് കാറ്റടിച്ചോ? അത് എന്താണ്? നീ എനിക്ക് വഴി കേട്ട് എനിക്ക് അതിലേ ഇറങ്ങി. ഇതാ എളുപ്പം ഷോട്ട് കിട്ടാം. വഴിയിലോട്ട് ഇറങ്ങി പോവുകയാണ്. ഭാവിയിൽ പാതാളത്തിലോട്ട് ഇറങ്ങി പോകുന്നതാണ് കാണുന്നത്. ഇറങ്ങിപ്പോ ചാടി ഇറങ്ങിയാ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം അല്ലേ? ഇത് എക്സ്പ്ലോർ ഇവിടെ വന്ന് ഇരിക്കല്ലേ? ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. എന്തോ പോവാണ്. ഇവിടെ കിങ് കോബ്ര ഉണ്ടെങ്കിൽ നമുക്ക് പണി മേടിക്കും. ചില പാമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഫോൺ കയ്യിൽ നിന്ന് പോയിരുന്നാൽ മതിയായിരുന്നു. ഫോൺ കയ്യിൽ നിന്ന് പോയാലും നമ്മളെ മൂഞ്ചിക്കും പറ്റിയത്. ഈ വഴിയാണ് നമ്മൾ നേരത്തെ കയറി വന്നത് സിമ്പിളായിട്ട്. പക്ഷേ ഇവിടുന്ന് ഇറങ്ങാൻ നമ്മൾ കുറെ കഷ്ടപ്പെടുകയാണല്ലേ? വാക്കല വീണ് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് ഇരിക്കാൻ ആലോചിക്കാൻ പറ്റിയത്. അടങ്ങിയിരിക്കുക, ആവശ്യമില്ലാത്ത ആൾക്കാരങ്ങൾ. ഞാനെങ്ങനെ ഇറങ്ങും ഗൈസ്? അയ്യോ, നല്ല വണ്ണമുള്ളവർക്കൊന്നും ഇതൊന്നും വരാൻ പറ്റില്ല. ഇവിടെ കിടപ്പൊന്ന് പൊട്ടെടുത്തിട്ടാ
ഇവിടെ കിട്ടാ ഞാൻ പോട്ടെ ഇങ്ങോട്ടെടുത്ത് അതാണ്ട് ഇറങ്ങി പോകാം ഇറങ്ങുമ്പോ വാർത്ത വേണോട് എങ്ങനെ വാർത്ത വേണത് ഇത് സിമെന്റ് ലഭിച്ചു സിമെന്റ് കൊണ്ടുവന്നു അതല്ല എങ്ങനെ വാർത്ത കാണുന്നു മണന്റെ ഇവിടെ വരെ കൊണ്ടുവന്നു അത് ഞാൻ മിക്സർ ഇട്ട് അടിച്ചിട്ട് കൊണ്ടുവരും ഓരോ കൊണ്ടുവരും ഓരോന്ന് ചുവന്നുകൊണ്ട് വരും പിന്നെ അല്ല പിന്നെ കൊണ്ടുവരും പിന്നെ ഓട്ടും ഓട്ടും ഇവിടെ എന്തിനായിരിക്കും ഇവർ ഇങ്ങനെ പഠിക്കുന്നത് അത് ഈ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകാം അങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങോട്ടില്ലേ ഫോട്ടോ എടുക്കാനുള്ള അങ്ങോട്ട് നീ നേരെ നോക്കി പോകാം അത് ഞാൻ അതിനകത്തുള്ള ആ പിന്നെ അങ്ങോട്ട് നോക്കി നടന്നു പോകുന്ന നോക്കി നീ കാറയുടെ അരികത്ത് പോകും ഇവിടുന്ന് വീണാലും മതി ഇല്ലേ നീ ഇങ്ങോട്ട് ചെറിയല്ലേ നീ കാറ്റടിച്ചാ മതി നീ ഞാൻ ഈ കല്ല് തള്ളിയൊക്കെ താഴെട്ടിട്ടല്ലോ എന്നിട്ട് ഞാൻ വായിച്ച് ബക്കറ്റ് വെള്ളം കൊണ്ടുവരാം ചെറുക്കൻ കേൾക്കത്തില്ല താഴെ ഒന്ന് നിൽക്കാൻ വയ്യ അവന് മതിരാതാ മയിരി കിട്ടി മിക്കറ് ചാടി വരണം ഓ ഓന്ത് 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 മതി 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 ഞാൻ പോണ്ടാ ഞാനിന്ന് പോണ്ടാ ഇവിടെ പോവാ മയിരെ മയിരെ ഇന്ന് വീട്ടിൽ ഇന്ന് നീലപ്പാറ ഇന്ന് ഇടിപ്പിക്കുന്നു നമുക്ക് ഇച്ചിരി ഇവിടെ ഇരിക്കാം ഇവിടെ ഇരിക്കും കാറ്റുണ്ട് വെള്ളം വാങ്ങിച്ചല്ലോ ഞാൻ എൻ്റെ പെണ്ണുമ്പോളല്ലേ ഞാൻ വീട്ടിൽ വെള്ളം വാങ്ങിച്ചിട്ട് ഞാൻ അത്ര നേരം ഇവിടെ നീ ഇവിടെ ഇരിക്കേ നോക്കിയിറാം റിസ്ക് എടുക്ക് ഞാൻ നോക്കുന്നു ഒരു ഫോൺ പിടിച്ചോണ്ടാ വരുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഓരോ പാറയ്ക്കും പേരുണ്ടല്ലേ അതില് പറഞ്ഞ നാല് തന്നെ പണം അപ്പൊ ഈ താഴോട്ട് ഇറങ്ങി പോകുന്നത് എന്തുവാ താഴത്തെ പാറ താഴത്തെ താഴത്തെ പാറ താഴത്തെ പാറയ്ക്ക് കൊള്ള ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം ചിരി താഴെ പോയി ചിരിക്കുന്നേക്ക് കൊള്ളാം എന്നെ പാൻറ് പിടിക്കല്ലേ പാൻറ് പിടി പോകും മുള്ളി അത് മുള്ളിൻ്റെ മരം കൊണ്ട് വെച്ചേക്കുന്നു ഇവിടെ ദൈവമേ കൊള്ളാം കേട്ടോ അത് ഇവിടെയൊക്കെ വരുമ്പോൾ ഡേഞ്ചർ എന്താ കടന്തലിനെ കുത്തുപിടിക്കുന്നത് ആ കടന്തലല്ലേ കടന്തലുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല അറിയാൻ പറ്റത്തില്ലേ നമ്മൾ അന്ന് തന്നെ കണ്ടായിരുന്നു ഒരു തരത്തിൽ ഇരുന്നത് അത് അറിയാൻ പറ്റി വലിയ കൂടെ ഓടൂടാ മൊത്തം പാറയാ ആ നോക്കണം കടന്തലുണ്ടോ അല്ലെ കമന്നം കിടന്നാൽ മതി കുത്ത് കുത്ത് കൊണ്ടുണ്ടായിരുന്നു കമന്ന് കിടന്നാലും കുത്തും കടന്തലൊന്നും അതുകൊണ്ട് അത് കുത്തുന്നത് അതൊക്കെ പറഞ്ഞു വീഴ്ത്തിക്കല്ലേ നീ ശിലായുഗത്തിലെ വല്ല ഇതെല്ലാം ഉണ്ടോ ലിപി വല്ലതും ഉണ്ടോ പേര് എഴുതണോ
വേറൊന്നും ആളൊന്നും ഇടാണ്ട്. ഇത് കല്ലിട്ട് അടുത്തോട്ട് വരുമ്പോൾ വളരെ പെയിന്റ് വരുന്നുണ്ട്. ഒന്നിടക്ക് ശില തുണിയ പോലെ തന്നെ അങ്ങനത്തെ ഇതാണ് കുടപ്പാറ. എന്ത് ചെയ്യും? ഓഹോ കുട പോലെ ഇരിക്കും. അത് കാണിച്ചു ആ ശരിയാണ്, അത് കാണിച്ചിടുന്നു. ഇതാണ് കുടപ്പാറ. ഞാൻ ഇവിടെ നിന്ന് കാണാം. ഇങ്ങോട്ട് പിന്നെ കുടപ്പാറ കുടപ്പാറ ആ ശരിയാണ്. കുട പോലെ ഇരിക്കും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഓടി വന്നു ഇവിടെ നിൽക്കല്ലേ, ഒരു 19 നിൽക്കാൻ പറ്റൂല്ലേ? ഒന്ന് കിട്ടിയ വാ അപ്പം നമ്മൾ കുടപ്പാറ ഉണ്ട്. ഇവിടെ പറയാറുണ്ട്. ഓടാ മറ്റേ എൻട്രൻസ് ആയില്ലേ ഇത്? അങ്ങളെ വീഴല്ലേ, അപ്പം ഞാൻ വീട്. ഞാൻ നിന്റെ മോഹം മാറി, നിന്റെ സംസാരം നിന്ന് അതുവരെ സംസാരിച്ച് നിന്ന് അങ്ങളെ ഒരു മിണ്ടുന്നില്ല, ഊമയായി. അണ്ണാന്ന് ചേട്ടാന്നറിയ പിന്നെ നമ്മൾ കഴിക്കുന്നത് ചിക്കിരിമാര്. ഇത് എന്നെ അവൻ പറഞ്ഞു വീഴ്ത്തി. അങ്ങളെ വീഴല്ലേ, ഇല്ല മോനെ മനസ്താവം കൊണ്ട് നിന്നെ വിളിച്ചല്ല. സമാനമായില്ലേ? എനിക്ക് സത്യം പറയാ കാര്യം നിന്നെ അങ്ങള് എന്നെ അണ്ണാ വിളിച്ചതെങ്കിൽ നിന്നെ എവിടെ വെച്ചാണ് തിരി എപ്പോഴാണ് പഠിപ്പിച്ചത് സ്കൂളിൽ? കൊച്ചുമായി അല്ല അവൻ്റെ പ്രായത്തിൽ അങ്കിളാ. ആരല്ലേ അങ്ങളെ? ഞാൻ പുറത്ത് എന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ വിളിച്ചല്ലേ. നടക്കാൻ വയ്യടേ, പാട്ടൊന്നുമില്ല എന്നുള്ള. നമ്മളെ എൻട്രൻസ് ഓക്കെയോ ഓക്കെയോ? ആ ഒന്ന് വഴിയുണ്ടാടത്, വഴിയിട്ടടാ. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ അരുൺ. ഒറ്റയ്ക്ക് വരുന്നതിന് കളിയാക്കുന്നോടാ മാറിയല്ലേ.